ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. എക്സാംസിന് 8 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? The management objectives are classified into 3. മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങളെ പ്രധാനമായി നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഈ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സിനെ ഞാൻ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാണ്. ഒരു മാനേജ്മെന്റിന് ആരോടൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? പ്രധാനമായും 3 വ്യക്തികളോടാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഒന്ന്, ആ മാനേജ്മെന്റിന് ആ ഓർഗനൈസേഷനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആ മാനേജ്മെന്റിന് സൊസൈറ്റിയോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ മാനേജ്മെന്റിന് ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ 3 വ്യക്തിയോടും ആ മാനേജ്മെന്റിനുള്ള റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? അത് തന്നെയാണ് ആ ആ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഒരു മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് ആൻഡ് അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ ലക്ഷ്യം നിർണ്ണയിക്കുകയും ആ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. എന്തൊക്കെയാണ് ഒരു മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷനോട് ഉള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ? ഒന്നാണ് മേക്കിംഗ് പ്രോഫിറ്റ്. മാനേജ്മെന്റ് ഹാസ് ടു എൻഷുർ ദാറ്റ് ദ ഓർഗനൈസേഷൻ മേക്സ് എ റീസണബിൾ പ്രോഫിറ്റ്. നമ്മുടെ ഓർഗനൈസേഷൻ റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു മാനേജ്മെന്റിന്റെ ലക്ഷ്യമാണ്. ഒരു ബിസിനസ് ഒരു മാനേജ്മെന്റിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെ ഉത്തരവാദിത്തമാണ് അത് ലാഭത്തിൽ കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെന്റിന്റെ ഒരു ഓർഗനൈസേഷനോടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണ് എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഓർഗനൈസേഷനോടുള്ള രണ്ടാമത്തെ ഉത്തരവാദിത്തമാണ് സർവൈവൽ. മാനേജ്മെന്റ് മസ്റ്റ് സ്ട്രൈവ് ടു എൻഷുർ ദ സർവൈവൽ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ സർവൈവ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് ഉറപ്പുവരുത്താം, സർവൈവ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താം. നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങളുണ്ടാകും. ഇവരെയൊക്കെ മറികടന്ന് നമ്മുടെ ബിസിനസ് സർവൈവ് ചെയ്ത് പോകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ മാനേജ്മെന്റിന് ഉണ്ട്. അതാണ് മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. മാനേജ്മെന്റ് മസ്റ്റ് സ്ട്രൈവ് ടു എൻഷുർ ദ സർവൈവൽ ഓഫ് ദ ഓർഗനൈസേഷൻ. മൂന്നാമത്തെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണ് ഗ്രോത്ത്. ഒരു ബിസിനസ്സിന് ലാഭം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ, ആ ബിസിനസ്സിനെ നമ്മുടെ മാർക്കറ്റിൽ നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? ആ ബിസിനസ്സിനെ വളർച്ചയിലേക്ക് നയിക്കുകയും വേണം. നമ്മുടെ ബിസിനസ്സിന്റെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അതിനെ നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഒരു മാനേജ്മെന്റിന് ഉണ്ട്. അതാണ് ഇവിടെ മൂന്നാമത്തെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇങ്ങനെ 3 ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തത് റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക. രണ്ടാമത്തത് നമ്മുടെ ബിസിനസ്സിനെ നമ്മുടെ മാർക്കറ്റിൽ സർവൈവ് ചെയ്ത് കൊണ്ടുപോവുക. മൂന്നാമത്തെ എന്താണ്? നമ്മളുടെ ബിസിനസ്സിനെ ഗ്രോത്തിലേക്ക് നയിക്കുക, ഡെവലപ്പ് ചെയ്യുക. ഇത് 3 ഒരു മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. Management is not only the representative of the owner and workers,
but is also responsible to the various groups outside the organization. ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസിന്റെ അകത്ത് തന്നെയുള്ള വർക്കേഴ്സിന്റെയും അതുപോലെ തന്നെ ഓണേഴ്സിന്റെയും റെപ്രസെന്റേറ്റീവ് മാത്രമല്ല, ബിസിനസ്സിന് പുറത്തുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയുടെയും കൂടി റെപ്രസെന്റേറ്റീവ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് ആ സൊസൈറ്റിയോട് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ റെസ്പോൺസിബിലിറ്റീസ് ആണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് ഒരു മാനേജ്മെന്റിന് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ്? ഒന്നാമത്തേതാണ് പ്രൊവൈഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അറ്റ് റീസണബിൾ പ്രൈസ് ടു ദ കസ്റ്റമേഴ്സ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള കസ്റ്റമേഴ്സിന് ക്വാളിറ്റിയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ സൊസൈറ്റിക്ക് വലിയ രീതിയിലുള്ള പ്രൈസ് ചുമത്താൻ ഒരു മാനേജ്മെന്റിന് അധികാരമൊന്നുമില്ല. റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റിന്റെ ലക്ഷ്യമാണ്. അതൊരു സോഷ്യൽ ഒബ്ജക്റ്റീവാണ്. രണ്ടാമത്തേതാണ് പ്രോംപ്റ്റ് പേയ്മെന്റ് ഓഫ് ടാക്സ്. ഗവൺമെന്റിന് കൃത്യമായി ടാക്സ് കൊടുക്കുക. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഓർഗനൈസേഷനാണ്. അപ്പം അതും നമ്മുടെ മാനേജ്മെന്റിന്റെ ലക്ഷ്യമാണ്. മൂന്നാമത്തത് പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ടു ദ സൊസൈറ്റി. സമൂഹത്തിന് തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും മാനേജ്മെന്റിന്റെ മറ്റൊരു സാമൂഹിക ലക്ഷ്യമാണ്. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ധാരാളം ആൾക്കാർക്ക്, ആ സൊസൈറ്റിയിലുള്ള ധാരാളം ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ കിട്ടും. അപ്പം സൊസൈറ്റിക്ക് ധാരാളമായ തൊഴിലവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതും മാനേജ്മെന്റിന്റെ ഒരു ലക്ഷ്യമാണ്. നാലാമത്തത് കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ലക്ഷ്യമാണ്. നമ്മളൊരു ബിസിനസ് സ്ഥാപനം ഇടുമ്പോൾ അത് ആ സമൂഹത്തിന്റെ പ്രകൃതി വിഭവങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടിനെയും പരിസ്ഥിതിയെയും, ആ ബിസിനസ് നിൽക്കുന്ന പരിസ്ഥിതിയെയും സൊസൈറ്റിയെയും സംരക്ഷിക്കുക എന്നുള്ളതും ഒരു മാനേജ്മെന്റിന്റെ ലക്ഷ്യമാണ്. അഞ്ചാമത്തെ സോഷ്യൽ ഒബ്ജക്റ്റീവാണ് പ്രൊവൈഡ് ബേസിക് അമ്യൂണിറ്റീസ് ടു എംപ്ലോയീസ് ആൻഡ് ജനറൽ പബ്ലിക്. നമ്മുടെ ബിസിനസ്സിലെ എംപ്ലോയീസിനും അതുപോലെ തന്നെ സൊസൈറ്റിക്കും ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ്, ചില സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതും മാനേജ്മെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. എന്താണ് ഈ അമ്യൂണിറ്റീസ്? സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഡൊണേഷൻസ്, ഇവയെല്ലാം ബേസിക് അമ്യൂണിറ്റീസ് ആയിട്ട് വരും. ഇത് നമ്മുടെ എംപ്ലോയീസിനും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ബിസിനസിന്റെ ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇത്രയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാം. ഇനി മാനേജ്മെന്റിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. It refers to the objectives to be determined with respect to employees of the organization. ഇവിടെ പറയുന്നത് ഒരു മാനേജ്മെന്റിന് എംപ്ലോയീസിന്റെ ലക്ഷ്യങ്ങൾ നേടി എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് തന്നെ പറയാം, പ്രൊവൈഡ് ഫെയർ റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് മാന്യമായിട്ടുള്ള ശമ്പളം കൊടുക്കുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഒരു ലക്ഷ്യമാണ്. പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. നമ്മുടെ എംപ്ലോയീസിന് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കുക
അവർക്ക് വർക്ക് ചെയ്യാനുള്ള നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ പേഴ്സണൽ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാം. മൂന്നാമത് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പം വരുന്ന എംപ്ലോയീസിന് എല്ലാ കാലത്തും അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാനുള്ള കഴിവൊന്നും കാണത്തില്ല. വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രെയിൻ ചെയ്തെടുക്കുന്നു, അവരെ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പം മൂന്നാമത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ മൂന്നാമതായിട്ട് നമ്മൾ അവരോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് എന്താണ്? ട്രെയിനിങ് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിന് നല്ല രീതിയിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ അവരെ ഡെവലപ്പ് ചെയ്യുക. ഫ്യൂച്ചർ നീഡ്സ്, നമ്മുടെ ബിസിനസിൻ്റെതായിട്ടുള്ള തന്നെ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടി നമ്മുടെ എംപ്ലോയീസിനെ പ്രാപ്തരാക്കുക എന്നുള്ളതും മാനേജ്മെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. നാലാമതായിട്ട് നമുക്ക് പറയാം പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ആൻഡ് ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ മാനേജ്മെന്റിൽ ആരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, എംപ്ലോയീസിനെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. നമ്മൾ ഏത് ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാലും അവിടെ ഒരു യൂണിയൻ കാണും, എംപ്ലോയീസിൻ്റെതായിട്ടുള്ള യൂണിയൻ കാണും. അപ്പൊ ആ മാനേജ്മെന്റിന്റെ ഒരു പ്രതിനിധി ഈ യൂണിയനിൽ നിന്നുള്ള ഒരാളായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അവരെയും കൂടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് മാനേജ്മെന്റ്, എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകത്തുള്ളൂ. അപ്പം ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുക, നമ്മുടെ എംപ്ലോയീസിന് മാനേജ്മെന്റിൽ ഒരു നല്ല പാർട്ടിസിപ്പേഷൻ പ്രൊവൈഡ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു പങ്ക് നമ്മുടെ എംപ്ലോയീസുമായിട്ട് ഷെയർ ചെയ്യുക, എങ്കിൽ മാത്രമേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. മാനേജ്മെന്റ് ഒരു വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതാണ്. എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം, എങ്കിലേ അവർ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം അവരെ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ അവരെ നമ്മളെ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഒരുക്കി കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന അനുസരിച്ചിട്ട് അവർക്ക് അതിന്റെ ഒരു ഷെയർ കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിന് നമ്മുടെ ബിസിനസ്സിലുള്ള എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ്. 5 പറയുന്നത് റീസണബിൾ സെക്യൂരിറ്റി ഓഫ് സർവീസ്. നമ്മൾ അവരുടെ സർവീസിന് എന്ത് കൊടുക്കണം? സെക്യൂരിറ്റി കൊടുക്കണം. ഇന്ന് അവനെ അപ്പോയിന്റ് ചെയ്തിട്ട് നാളെ അവനെ പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. അവന് സെക്യൂരിറ്റി കൊടുക്കണം, എങ്കിൽ മാത്രമേ അവൻ നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ്സിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഒരു കണ്ടിന്യൂറ്റി വേണം. നാളെ എന്നെ പറഞ്ഞു വിടരുത്. ഇന്ന് എന്നെ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ അവിടെ വർക്ക് ചെയ്യിപ്പിക്കണം, എങ്കിലും എനിക്ക് ഒരു സെക്യൂരിറ്റി കിട്ടത്തോ. അതൊരു എംപ്ലോയി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സെക്യൂരിറ്റി മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു മാനേജ്മെന്റ് നമ്മളുടെ എംപ്ലോയീസിനോട് കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയാം. ഒന്ന് പറഞ്ഞു എന്താണ്? ഫെയർ റെമ്യൂണറേഷൻ ടു ദ എംപ്ലോയീസ്, പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റി. എന്താ പറയുന്നത്? പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ആൻഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ദെൻ പിന്നെന്താണ്? പ്രൊവൈഡ് റീസണബിൾ സെക്യൂരിറ്റി ഓഫ് സർവീസ്. ഇതൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് 3 ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്. താങ്ക് യു.